ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സ്കൂൾ സപ്ലിമെൻ്ററി ഐറ്റംസുമായിട്ടാണ് കേട്ടോ. ഞാനിവിടെ LKG തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സ്കൂൾ സപ്ലിമെൻ്ററീസാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്കൂൾ ബാഗാണ് കേട്ടോ ആവശ്യം. എനിക്കിവിടെ 2 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്കൂൾ ബാഗ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്കൂബിഡേയുടെ സ്കൂൾ ബാഗാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്കൂൾ ബാഗ് തന്നെയാണിത്. ഇത് ഒന്നിൻ്റെ റേറ്റ് വന്നിട്ട് 650-700 രൂപയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ലഞ്ച് കിറ്റ് കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലഞ്ച് കിറ്റാണ് കേട്ടോ. നല്ല സ്പേസൊക്കെ ഉള്ള ഒരു ലഞ്ച് കിറ്റാണ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 150 രൂപയാണ്. പിന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കാറായപ്പോഴേക്കും മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ 2 റെയിൻ കോട്ട് മേടിച്ചിട്ടുണ്ട്. ഡോളർ എന്ന കമ്പനിയുടെ റെയിൻ കോട്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ബാഗൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെയിൻ കോട്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 500 രൂപയാണ്. നമ്മളിവിടെ ഓഫർ വന്ന സമയത്ത് നമ്മൾ ഹാഫ് പ്രൈസിൽ മേടിച്ചതാണ് കേട്ടോ ഇത്. അതായത് ഒരു റെയിൻ കോട്ടിൻ്റെ റേറ്റ് വന്നിട്ട് 250 രൂപയാണ് വന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഷൂസാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. ഞാനിവിടെ 2 ഷൂസ് മേടിച്ചിട്ടുണ്ട്. 2 കമ്പനിയുടേതാണ്. ഒന്ന് ക്യാമ്പസ് സ്കൂൾ ടൈമിൻ്റെതും ഒന്ന് ലാൻസർ എന്ന് പറഞ്ഞ കമ്പനിയുടേതുമാണ്. ഇതിലെ ക്യാമ്പസ് സ്കൂൾ ടൈം ഷൂസ് അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷൂസാണ്. ലാൻസറും കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എനിക്ക് ക്യാമ്പസിൻ്റെ ഷൂസ് വലിയ സൈസ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ലാൻസറിൻ്റെ ഷൂസ് മേടിച്ചത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ലഞ്ച് ബോക്സാണ്. അതും ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഈ 3 അറയൊക്കെ വരുന്ന ആ ടൈപ്പിലെ ലഞ്ച് ബോക്സാണ് കേട്ടോ. ഇതിൻ്റെ പുറമേ വരുന്ന ഭാഗമൊക്കെ പ്ലാസ്റ്റിക്കാണ്. നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. മൈക്രോവേവ് സേഫ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഓഫർ പ്രൈസാണ് കേട്ടോ. 350 രൂപയ്ക്കാണ് കിട്ടിയത്. ഹാഫ് പ്രൈസ് ഉള്ള സമയത്ത് പോയി മേടിച്ചതാണ്. പിന്നെ ഇതുപോലെ 2 ലഞ്ച് ബോക്സ് കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതും 3 അറ വരുന്ന ഒരു ലഞ്ച് ബോക്സാണ് കേട്ടോ. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കേക്ക്, ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ബോക്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്നാക്സ് ബോക്സാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള ടവൽസാണ് കേട്ടോ. ടവൽസ് ലഞ്ച് ബോക്സൊക്കെ പൊതിഞ്ഞ് കൊടുത്തുവിടാൻ സേഫായിട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. അതും ഒരു 5-6 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വാട്ടർ ബോട്ടിലാണ്. ഇത് 750 ml വാട്ടർ ബോട്ടിലാണ് കേട്ടോ. 4 ബ്രദേഴ്സ് എന്ന കമ്പനിയുടെ വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് 2 രീതിയിൽ കുടിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ സിപ്പ് ചെയ്ത് കുടിക്കാനായിട്ടാണെങ്കിൽ ഇങ്ങനെ കുടിക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രോയൊക്കെ മാറ്റിയിട്ട് നോർമലായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരെ കുടിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറമേ ഉള്ള കോട്ടിംഗ് ഇല്ലേ, അത് നല്ല കട്ടിയുള്ള കോട്ടിംഗ് ആണ് കേട്ടോ. പെട്ടെന്നൊന്നും അത് പെയിൻ്റൊന്നും എണീറ്റ് പോകത്തില്ല. അതിൻ്റെ റേറ്റ് വന്നിട്ട് 350 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള 2 കുഞ്ഞ് ടിന്നാണ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കറി കൊണ്ടുപോകാനാണ്. കൊള്ളാം കേട്ടോ, നല്ല ഇതാണ്. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയതാണ്. ലീക്കൊന്നും ആവത്തില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ആ ഒരു പാത്രത്തിന് 100 രൂപ എന്തോ ആയിരുന്നു ആ ഒരു ടിന്നിൻ്റെ റേറ്റ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ 2 പെൻസിൽ ബോക്സാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ പെൻസിൽ ബോക്സും ഒരു ചെറിയ പെൻസിൽ ബോക്സും മേടിച്ചിട്ടുണ്ട്. വലിയ പെൻസിൽ ബോക്സിൽ കാൽക്കുലേറ്ററും കട്ടറും ഒക്കെ ഉണ്ട്. ചെറുതിൽ അങ്ങനെയൊന്നുമില്ല. അത് എന്നാലും 2 സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോക്സാണ് കേട്ടോ, പെൻസിൽ ബോക്സാണത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പെൻസിലാണ്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് 4ാം ക്ലാസ് വരെ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്യുക, പേന യൂസ് ചെയ്യാറില്ല.
അതുകൊണ്ട് തന്നെ അതും ഞാനൊരു 5-6 ബോക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റബ്ബറാണ്. ഒരുപാട് റബ്ബർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ട് ഇവിടെ റബ്ബറിന് നല്ല ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കട്ടറാണ്. അതും 2-3 കട്ടർ, നോർമൽ കട്ടറും പിന്നെ 2 ഫാൻസി കട്ടറും മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ യൂസ് വലുതായിട്ട് വരില്ല, ഞാനാണ് വെട്ടി കൊടുക്കാറ്, അതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 പാക്കറ്റ് ക്രയോൺസാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഡ്രോയിങ് ക്ലാസ്സിൽ ക്രയോൺസാണ് യൂസ് ചെയ്യുക, സ്കെച്ചൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതും 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ പ്രോജക്റ്റ് വർക്കുകളൊക്കെ വരത്തില്ല, അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ആർട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 42 പീസിൻ്റെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 രൂപയായിരുന്നു കേട്ടോ. ഓഫർ പ്രൈസായിരുന്നു 150 രൂപ. ഇതിനകത്ത് വാട്ടർ കളറ്, സ്കെച്ച്, ക്രയോൺസ്, റബ്ബർ, കട്ടർ, ഇങ്ക് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉള്ളൊരു ബോക്സാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്റ്റിക്കറാണ്. ബുക്കും പുസ്തകമൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ഒട്ടിക്കാനുള്ള സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗമ്മും 2 സെറ്റ് സെല്ലോ ടാപ്പുമാണ്. ഇതും പ്രോജക്റ്റ് വർക്കുകൾക്ക് ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്കെയിലാണ്. ഒരു വലിയ സ്കെയിലും 5-6 ചെറിയ സ്കെയിലും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് വലിയ സ്കെയിൽ വന്നിട്ട് പ്രോജക്റ്റ് വർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് സ്കൂളിലേക്ക് ആവശ്യമായ എക്സാം ബോർഡാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് ആവശ്യമില്ല എങ്കിലും ഇവിടെ 42 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ബോർഡിൻ്റെ റേറ്റ് വന്നിട്ട്. അങ്ങനെ ഓഫർ കണ്ടതുകൊണ്ട് മേടിച്ചതേ ഉള്ളൂ കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിനൊക്കെ എക്സാം ബോർഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ടെക്സ്റ്റാണ് കേട്ടോ. ഇവിടെ എൻ്റെ മക്കളിൽ ഒരാൾ LKGയിലും ഒരാൾ 2-ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അവർക്ക് 2 പേർക്കും ആവശ്യമായ ടെക്സ്റ്റുകളാണ് കേട്ടോ ഇത്. ഇത് സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്തതാണ് കേട്ടോ, പുറത്തുനിന്ന് മേടിച്ചതല്ല. അങ്ങനെ ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബുക്കുകളാണ്, നോട്ട് ബുക്കുകളാണ്. ഇതും അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ തന്നതാണ്. ഇവർക്ക് കൂടുതലും ടെക്സ്റ്റിലാണ് കേട്ടോ വർക്ക് കൂടുതലും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നോട്ട് ബുക്കേ കിട്ടിയിട്ടുള്ളൂ. ഇത് 2 പേർക്കും കൂടെയുള്ള നോട്ട് ബുക്കാണ് കേട്ടോ അത്രയും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്റ്റാപ്ലർ പിന്നും സ്റ്റാപ്ലറുമാണ്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് അത്രയും നോട്ട് ബുക്കും പുസ്തകവും പൊതിയാനായിട്ട് കുറച്ച് ബ്രൗൺ പേപ്പേഴ്സാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് UP സ്കൂളിന് ആവശ്യമായ സ്കൂൾ സപ്ലിമെൻ്ററി ഐറ്റംസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.